കോഴിക്കോട് അമീബിക് മസ്തിഷ്ക ജ്വരത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന കുട്ടി രോഗവിമുക്തനായ വാർത്ത കൂടി വരുന്നുണ്ട്. പോണ്ടിച്ചേരിയിലേക്ക് പരിശോധനയ്ക്ക് അയച്ചിരുന്ന ഫലം നെഗറ്റീവായി. രോഗം ബാധിച്ചിരുന്നത് കോഴിക്കോട് തിക്കോടി സ്വദേശിയായ 14-കാരനായിരുന്നു. തിക്കോടിയിലെ കുട്ടി മിക്കവാറും നാളെ ഡിസ്ചാർജ് ആവും. കുട്ടി ഓൾമോസ്റ്റ് കംപ്ലീറ്റ് റിക്കവർ ആയിട്ടുണ്ട്. അതെ അല്ലേ. പിന്നെ പരിശോധന ഫലം നെഗറ്റീവ് ആണല്ലേ? രണ്ടാമത് റിപ്പീറ്റ് ചെയ്തത് നെഗറ്റീവ് ആയിട്ടുണ്ട്. നാളെ ആയിരിക്കും അല്ലേ? നാളെ ഡിസ്ചാർജ് ചെയ്യാം. എത്ര മണിയോടെ ആയിരിക്കും ഡിസ്ചാർജ് എന്ന് പറയുമ്പോൾ മിക്കവാറും ഉച്ച കഴിയും സാധാരണ. ശരി. ദിസ്ന, നമ്മളിപ്പോൾ കേൾപ്പിച്ച ശബ്ദം അത് ആരുടേതാണ് എന്നതിൽ വ്യക്തത. അതോടൊപ്പം തന്നെ വലിയ ആശ്വാസ വാർത്ത കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം അമീബിക് മസ്തിഷ്ക ജ്വരം അവസാനമായി ബാധിച്ചിരുന്ന ഒരാൾക്ക് കൂടി അത് പരിശോധനാ ഫലം നെഗറ്റീവ് ആയിരിക്കുന്നു, രോഗവിമുക്തി നേടിയിരിക്കുന്നു. അനു, നമ്മളിപ്പോൾ കേട്ട പ്രതികരണം ഡോക്ടർ അബ്ദുൾ റൌഫിന്റേതാണ്. ഈ കുട്ടിയെ പരിശോധിച്ച ഡോക്ടറാണ്. നമുക്ക് അറിയാൻ സാധിച്ചത് 2-ാം തീയതിയാണ് കുട്ടിക്ക് ഇത്തരത്തിൽ രോഗലക്ഷണങ്ങൾ ഉണ്ടാവുന്നത്. കൂടാതെ തന്നെ 6-ാം തീയതി കുട്ടി ആശുപത്രിയിൽ പ്രവേശിക്കുന്നു. കോഴിക്കോട് തിക്കോടി കുളത്തിൽ കുളിച്ചതിൽ നിന്നാണ് ഈ കുട്ടിക്ക് രോഗം പിടിപെട്ടത് എന്നൊരു നിഗമനത്തിൽ തന്നെയാണ് ആരോഗ്യ വകുപ്പ് അധികൃതർ എത്തിയിട്ടുള്ളത്. കൂടാതെ തന്നെ ഈ ആരോഗ്യ വിദഗ്ധർ തിക്കോടിയിൽ ഈ കുളം സന്ദർശിക്കുകയും കുളത്തിലേക്കുള്ള പ്രവേശനം നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട്. അവിടെയുള്ള ആളുകളോടൊക്കെ തന്നെയും വലിയൊരു രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശമൊക്കെ തന്നെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. വലിയൊരു ആശ്വാസ വാർത്ത തന്നെയാണ് വന്നിട്ടുള്ളത്. കുട്ടി നാളെ ആശുപത്രി വിടുമെന്നാണ് ഈ ഡോക്ടർ നമ്മളോട് പ്രതികരിച്ചിട്ടുള്ളത്. പോണ്ടിച്ചേരിയിലേക്ക് 2-ാമത് കുട്ടിയുടെ സാമ്പിളുകൾ അയച്ചതിൽ നിന്നും നമുക്ക് വ്യക്തമായിട്ടുള്ളത് ഈ പരിശോധനാ ഫലം നെഗറ്റീവാണ്. നാളെ ഉച്ചയോടുകൂടി കുട്ടി ആശുപത്രി വിടുമെന്നൊരു ആശ്വാസ വാർത്ത തന്നെയാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത്. അനു, പൂർണ്ണമായും ഈ കുട്ടിയെ പരിശോധിച്ചതും ചികിത്സിച്ചതും ഇതേ ആശുപത്രിയിൽ തന്നെയായിരുന്നു? തീർച്ചയായും ഈ രോഗം സ്ഥിരീകരിച്ചപ്പോൾ തന്നെ ഈ ആശുപത്രിയിലേക്കാണ്, കോഴിക്കോടിലെ സ്വകാര്യ ആശുപത്രിയിലേക്കാണ് ഈ കുട്ടി എത്തിച്ചത്. ആദ്യത്തെ പരിശോധനയിൽ പോസിറ്റീവായി, പിന്നീട് എല്ലാ ചികിത്സാ സംവിധാനങ്ങളും ഒരുക്കിയിരുന്നു. തുടർന്ന് 2-ാമത് അയച്ച ഈ പോണ്ടിച്ചേരി ലാബിലേക്ക് അയച്ച പരിശോധനയിലാണ് ഫലം നെഗറ്റീവ് എന്ന് അറിഞ്ഞിരിക്കുന്നത്. കുട്ടിയുടെ ആരോഗ്യനില തൃപ്തമെന്നാണ് ആശുപത്രി അധികൃതരും വ്യക്തമാക്കുന്നത്. നമ്മൾ ഡോക്ടറോട് സംസാരിച്ചപ്പോൾ അറിയാൻ സാധിച്ചത് നാളെ ഉച്ചയോടുകൂടി കുട്ടി ആശുപത്രി വിടും എന്നൊരു വിവരം തന്നെയാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അനു, ശരി. ദിസ്ന സുരേഷാണ് വിവരങ്ങൾ നൽകിയത്.